അതുകൊണ്ട് ഇനി വൈകില്ല, എത്രയും പെട്ടെന്ന് രാഹുലിനെ പുറത്തേക്കിറക്കും. മറ്റ് ക്രമീകരണങ്ങളടക്കം പോലീസ് സജ്ജമാക്കി കഴിഞ്ഞു. അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിനെ ജനറൽ ആശുപത്രിയുടെ പ്രധാന കവാടത്തിലൂടെ പുറത്തേക്കിറക്കും. എല്ലാ ക്രമീകരണങ്ങളും പോലീസ് സജ്ജമാക്കിയിരിക്കുകയാണ്. പോലീസിന്റെ പുതിയ ക്രമീകരണങ്ങളാണ്. കൂടുതൽ സേനയെ പുറത്തിറക്കുന്നു, പുതിയ ഫോഴ്സിനെ പുറത്തിറക്കിക്കൊണ്ട് പ്രതിഷേധം മറികടന്നുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. ആ തരത്തിലുള്ള ക്രമീകരണമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും അതിശക്തമായ പ്രതിഷേധങ്ങൾക്കിടയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഇതാ പ്രവർത്തകരും പോലീസും തമ്മിൽ അവിടെ വാക്കുതർക്കമുണ്ടാകുന്നുണ്ട്. കൂകി വിളിച്ചുകൊണ്ട് പ്രതിഷേധമാണ്. എന്തായാലും പ്രവർത്തകരോട് അവിടുന്ന് പിരിഞ്ഞു പോകണം, അവിടുന്ന് മാറി നിൽക്കണം, ഞങ്ങൾക്ക് രാഹുലിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട് എന്നതാണ് അവർ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുണ്ട്, ഒപ്പം BJPയുടെ പ്രവർത്തകരുണ്ട്. അങ്ങനെ വലിയ പ്രതിഷേധമാണ്. ഡിവൈഎഫ്ഐ ആവട്ടെ പൊതിച്ചോറ് ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് രാഹുലിന് മുന്നിൽ നടത്തുകയും ചെയ്യുന്നത്. അങ്ങനെ അതിശക്തമായ നീക്കമാണ് സംഭവിക്കുന്നത്. പത്തനംതിട്ടയിൽ ശക്തമായ പ്രതിഷേധം നടക്കുന്നു. ശശിനാരായണൻ കൂടി നമുക്കൊപ്പമുണ്ട്. ശശിനാരായണൻ, മജിസ്ട്രേറ്റിന്റെ വീടും ഈ ആശുപത്രിയും തമ്മിൽ എത്ര ദൂരമുണ്ട്? അവിടേക്ക് എത്തിച്ചാൽ പെട്ടെന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമോ? അതിശക്തമായ പ്രതിഷേധമാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് മുന്നിൽ കാണാനാവുന്നത്. വൈദ്യപരിശോധന പൂർത്തിയായിട്ട് സമയങ്ങളേറെയായി, പക്ഷേ ഇതുവരെയും പുറത്തിറക്കാൻ കഴിയുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ. ഇതാണ് അവസ്ഥ. കാരണം ശക്തമായ പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തിനിടയിലൂടെ രാഹുലിനെ കൊണ്ടുപോവുക. ഇതുവരെയുള്ള കാര്യങ്ങളിലൊന്നും കാര്യമായ പ്രവർത്തകരുടെ പ്രതിഷേധത്തെ നേരിടേണ്ടി വന്നില്ല ഈ നീക്കങ്ങൾ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. രാഹുൽ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ആശുപത്രിക്ക് മുന്നിലുണ്ട്. അതൊരു ശശിനാരായണൻ നമുക്കൊപ്പമുണ്ട്. ശശിനാരായണൻ, ഈ ആശുപത്രിയിൽ നിന്ന് മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട്? വൈദ്യപരിശോധന പൂർത്തിയായി, പക്ഷേ പ്രവർത്തകരുടെ പ്രതിഷേധമുള്ളതിനാലാണ് പുറത്തിറക്കാനാവാത്തത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണോ മജിസ്ട്രേറ്റിന്റെ വീട്? വേഗത്തിൽ നടപടിക്രമങ്ങൾ അവിടെ എത്തിച്ചാൽ പൂർത്തിയാക്കുമോ? സജിത്തെ, പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ നിലവിൽ മജിസ്ട്രേറ്റിന്റെ വീടുള്ളത്. അവിടെ അല്പസമയത്തിനകം തന്നെ രാഹുലിനെ എത്തിക്കും. ആശുപത്രിയിൽ വലിയ പ്രതിഷേധങ്ങൾ തുടരുന്നു. അതാണ് കാലതാമസം ഉണ്ടാകുന്നത്. വൈദ്യപരിശോധന പൂർത്തിയായതിനു ശേഷം പെട്ടെന്ന് തന്നെ ഈ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ എത്തിക്കാനുള്ള നടപടികളാണ് ചെയ്യുന്നത്. ഇവിടെ പോലീസിന്റെ സുരക്ഷാ കാവലുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം യുവമോർച്ചയുടെ DFIയുടെ നേതൃത്വത്തിലാണ് ആശുപത്രി നടക്കുന്നത്. അതാണ് കാലതാമസം നേരിടുന്നത്. അതിനുശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നടപടിക്രമം പൂർത്തിയാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഇവിടെ എത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം പല സ്ഥലങ്ങളിൽ നിന്നും രാഹുലിനെതിരെ ഉണ്ടാവുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ രാഹുലിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതെല്ലാം നമുക്കറിയാവുന്നതാണ്. 2 കേസുകളിൽ നിന്നും രാഹുൽ ഈ ജാമ്യം എടുക്കാൻ രക്ഷപ്പെടാനുള്ള സാധ്യതകളൊക്കെ വെച്ച് അദ്ദേഹത്തിന് സ്വാധീനം ഉപയോഗിച്ച് പല കാര്യങ്ങളും ഈ പീഡനത്തിനിരയായ യുവതികളെ ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അതെല്ലാം ഈ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മൂന്നാമതൊരു പരാതി കൂടി വരുന്നത്. ആ പരാതിയിൽ കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഴുതടച്ചൊരു അന്വേഷണമായിരുന്നു നടത്തിയത്. ഇന്നലെ രാത്രി രാഹുലിനെ പാലക്കാട് വെച്ച് അറസ്റ്റ് ചെയ്തു. അവിടെ നേരെ പത്തനംതിട്ടയിൽ കൊണ്ടുവന്ന് മണിക്കൂറുകൾ, ഏകദേശം ഒരു രാവിലെ പുലർച്ചെ 4 കൂടിയാണ് പത്തനംതിട്ടയിൽ എത്തിയത്. ഏകദേശം 4-5 മണിക്കൂർ എടുത്താണ് ചോദ്യം ചെയ്യലൊക്കെ പൂർത്തിയായതിനു ശേഷം ഈ റിമോട്ട് റിപ്പോർട്ട് അടക്കം തയ്യാറാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ രാഹുലിനെ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചത്. അവിടെ നിന്നും അല്പസമയത്തും തന്നെ ഈ വെട്ടിപ്പുറത്താണ് മജിസ്ട്രേറ്റിന്റെ വസതിയുള്ളത്. അവിടെ എത്തിക്കും. ഇവിടെ പോലീസിന്റെ കാവലുണ്ട്. വരുന്ന വഴികളിലെല്ലാം പല സ്ഥലങ്ങളിലും പ്രതിഷേധം ഉള്ളതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. അല്പസമയത്തിന് തന്നെ വെട്ടിപ്പുറത്തെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ രാഹുലിനെ എത്തിക്കും. അല്പസമയത്തിനുള്ളിൽ അവിടെ എത്തിക്കും. പക്ഷേ ഇവിടുന്ന് പുറത്തിറക്കണമെന്ന് മാത്രം. പുറത്തിറക്കണമെങ്കിൽ നടപടിക്രമങ്ങൾ ഈ പ്രതിഷേധത്തിനിടയിലൂടെ വേണം കടന്നു പോകാൻ. ഇപ്പോഴും പ്രതിഷേധക്കാർ അവിടെ നിന്ന് അയഞ്ഞു പോയിട്ടില്ല എന്നതാണ്. രാഹുൽ മാങ്കൂട്ടം വൈദ്യപരിശോധന പൂർത്തിയാക്കി മജിസ്ട്രേറ്റിലേക്കുള്ള വീട്ടിന് മുന്നിൽ എത്താൻ കാത്തു നിൽക്കുകയാണ്. 1 മണിക്ക് മുമ്പ് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലെത്തിക്കേണ്ടതുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിനു മുമ്പ് എത്തിക്കാനാണ് ശ്രമം. പോലീസ് കൂടുതൽ ഫോഴ്സിനെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. അതിലൂടെ ആ നടപടിക്രമങ്ങൾക്കിടയിലൂടെ കൊണ്ടുവരാനാണ്, ആ കൂട്ടത്തിനിടയിലൂടെ കൊണ്ടുവരാനാണ് ശ്രമം. പ്രവർത്തകരും പോലീസും തമ്മിൽ അനുനയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രതിഷേധക്കാർ അവിടുന്ന് പിന്തിരിഞ്ഞു പോകുന്നില്ല എന്നതാണ് സാഹചര്യം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റും തുടർവാദങ്ങളുമാണ് ഇന്ന് രാഷ്ട്രീയ കേരളം മുഴുവൻ ചർച്ചയാവുന്നത്. കാരണം രാഹുലിനെതിരെ ഉയരുന്ന 3ാമത്തെ കേസാണ്. ഇതിലുള്ള 2 കേസുകളുമല്ല, 3ാമത്തെ ഒരു കേസാണ്. അതാവട്ടെ ഏറെ ഗുരുതരമായ കേസാണ് എന്ന് മാത്രമല്ല, തെളിവുകളടക്കം പോലീസ് ശേഖരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകളടക്കം രാഹുലിൻ്റെ എതിരാണ്. അതുകൊണ്ടുകൂടിയാണ് നേരിട്ട് അറസ്റ്റിലേക്ക് പോലീസ് നീങ്ങുകയും ചെയ്തത്.
ആ അറസ്റ്റ് ഇന്നലെ രാത്രി KPM ഹോട്ടലിൽ നിന്നും പാലക്കാട് നിന്നും സ്വന്തം മണ്ഡലത്തിൽ നിന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് 12:30 കസ്റ്റഡിയിലെടുത്ത് തൊട്ട് അടുത്ത നിമിഷം വേഗത്തിൽ ജില്ല വിട്ട് പത്തനംതിട്ട പോലീസ് ക്യാമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ ക്രൈം നടന്ന ഇടം പത്തനംതിട്ടയാണ്, അതുകൊണ്ട് പ്ലേസ് ഓഫ് ഒക്കറൻസ് അത് പത്തനംതിട്ട തന്നെയാണ്. അതുകൊണ്ട് പത്തനംതിട്ട കോടതിയുടെ നിയമ സംവിധാനങ്ങൾക്കിടയിൽ തന്നെയായിരിക്കും ഈ നടപടികൾ നടക്കേണ്ടത്. രാഹുൽ അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടുത്തെ പ്രതിഷേധക്കാർക്കിടയിലൂടെ അത് മറികടന്നുകൊണ്ട് എത്തിക്കാനായാൽ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് എത്തിക്കാനാവും. ആ മജിസ്ട്രേറ്റിന് മുന്നിൽ നിന്നും പിന്നീട് റിമാൻഡായിരിക്കും രാഹുൽ നേരിടേണ്ടി വരിക. അങ്ങനെയെങ്കിൽ അത് കൊട്ടാരക്കര ജയിലിലേക്കായിരിക്കും നീങ്ങുക. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ പ്രധാന വിഷയമാണ്. പത്തനംതിട്ട കോടതിക്ക് മുന്നിലാണിപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് മുന്നിലാണ് ഈ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാന്, പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ തർക്കമുണ്ടായിരുന്നു, വാക്കേറ്റം കണ്ടു. അതൊരു ബലാബലത്തിലേക്ക് കടന്നിട്ടുണ്ടോ? അതായത് ഒരുപക്ഷെ ഇവിടെ പോലീസിന് കണ്ണീർ വാതകം പ്രയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമോ എന്നുവരെയുള്ള ഒരു സംശയമുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അടക്കം ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ്. കാരണം ഈ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ 2 വഴികളുണ്ട്. ആ 2 വഴികളിലൂടെ 2 ഇടവഴികൾ താണ്ടി വേണം പ്രധാന റോഡിലേക്ക് എത്താൻ. ആ റോഡിൽ എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ പോലീസിനെ വിന്യസിച്ചുകൊണ്ടാണ് പുറത്തേക്ക് ഈ വാഹനം ഇറക്കാനുള്ള നീക്കം നടക്കുന്നത്. പക്ഷേ കൂടുതൽ പ്രതിഷേധക്കാർ 2 വശങ്ങളിലൂടെ എത്തിയാൽ അവരെ എങ്ങനെ തടയും എന്നതാണ് പോലീസിന് ഒരു വെല്ലുവിളിയാകുന്നത്. അതുകൊണ്ടാണ് ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പ് പൂർത്തിയായ വൈദ്യപരിശോധനയ്ക്ക് ശേഷവും രാഹുലിനെ പുറത്തേക്ക് ഇറക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. 2 യുവജന സംഘടനകളുടെ, അതായത് DYFIയും അതോടൊപ്പം തന്നെ BJP പ്രവർത്തകർ 2 വശങ്ങളിലായി കൂടി നിന്ന് പ്രതിഷേധിക്കുകയാണ്. BJP പ്രവർത്തകരെ ആദ്യഘട്ടത്തിൽ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. പിന്നീടാണ് പൊതിച്ചോറ് എടുക്കാനായി DYFI പ്രവർത്തകർ പോലീസ് വാഹനത്തിനടുത്തേക്ക് കൂട്ടമായി എത്തുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ അവിടെ നിന്ന് പോലീസ് അവരോട് മാറാൻ ആവശ്യപ്പെട്ടിട്ടും മാറാൻ കൂട്ടാക്കാതെ അവർ ഒരു വശത്ത് കൂടി നിൽക്കുകയാണ്. ഒരു ഘട്ടത്തിൽ അത് വാക്ക് തർക്കത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. പിന്നീട് മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ അവിടുന്ന് പിന്തിരിപ്പിച്ചത്. പക്ഷേ ഇപ്പോഴും അവരാരും പിന്തിരിഞ്ഞു പോകാനോ മാറാനോ കൂട്ടാക്കിയിട്ടില്ല. എന്തായാലും വഴിയിലുടനീളം പോലീസിൻ്റെ കാവലാണ്. ഈ ആശുപത്രിയിൽ നിന്ന് ഇടവഴി പിന്നിട്ട് പ്രധാനപ്പെട്ട റോഡിലേക്ക് ഇറങ്ങുന്ന വഴി വരെയും 2 വരിയായി പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ട് ഈ വാഹനം കടന്നു പോകാനുള്ള ഒരു വഴിയാണ് ഇപ്പോൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷേ ഇവിടുത്തെ പത്തനംതിട്ട ജയിലിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിന് രാഹുലിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയേക്കും എന്നുള്ള സൂചനകളുണ്ടായിരുന്നു. അത് കൊട്ടാരക്കരയാണോ അതോ മറ്റേതെങ്കിലും സ്ഥലമാണോ എന്ന കാര്യത്തിലൊന്നും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഒരു MLA എന്ന പ്രിവിലേജ് രാഹുൽ മാങ്കൂട്ടത്തിന് എത്ര കണ്ട് ലഭിക്കും ഇവിടെ എന്നത് തന്നെയാണ്. എന്തായാലും അല്പസമയത്തിനകം ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉറപ്പുവരുത്തിയ ശേഷം രാഹുലിനെ പുറത്തേക്ക് ഇറക്കുന്നത് തന്നെയാണ് വിവരം. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉടൻ തന്നെ രാഹുലിനെ പുറത്തേക്ക് ഇറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാഹുൽ അവിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ, പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ അത് കയ്യാങ്കളിയിലേക്ക് എത്തുമോ, അവിടെ പോലീസിന് കൂടുതൽ ബലം പ്രയോഗിക്കേണ്ടി വരുമോ, ഫോഴ്സിന് ഉപയോഗിക്കേണ്ടി വരുമോ എന്നൊരു സാഹചര്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലൂടെയാണിപ്പോൾ രാഹുലിനെ ഇറക്കാൻ ശ്രമം നടക്കുന്നത്. വൈദ്യപരിശോധന നേരത്തെ തന്നെ പൂർത്തിയാക്കിയതാണ്, പക്ഷേ ഇതുവരെയും പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സാഹചര്യം. മജിസ്ട്രേറ്റിന് മുന്നിൽ 1 മണിക്ക് മുമ്പായി ഹാജരാക്കാനുള്ള ശ്രമമാണ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശശിനാരായണൻ തുടരുന്നു എന്ന് കരുതൂ. ശശിനാരായണൻ മജിസ്ട്രേറ്റിന് മുന്നിലെത്തി റിമാൻഡ് ചെയ്താൽ പത്തനംതിട്ട ജയിലിൽ തടസ്സമുണ്ടെങ്കിൽ കൊട്ടാരക്കരയ്ക്ക് കൊണ്ടുപോകുമോ? അങ്ങനെയാണോ പ്രതീക്ഷിക്കേണ്ടത്? സാറിനെ നമുക്ക് ലഭ്യമാവുന്നില്ല. എന്തായാലും വ്യക്തമാവുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തെ ശശിനാരായണൻ ഈ ജില്ലാ ജയിൽ അവിടെ പത്തനംതിട്ട ജയിലിന് അവിടെ അറ്റകുറ്റപ്പണികളുടെ തടസ്സമുള്ളതിനാൽ കൊല്ലം ജയിലിലേക്ക് കൊണ്ടുപോരും. അങ്ങനെയെങ്കിൽ കൊട്ടാരക്കരയിലേക്കോ തിരുവനന്തപുരത്തേക്കോ എന്താണ് അടുത്ത നീക്കത്തിന് സാധ്യത?
സഹിത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതുവരെ ഇവരുടെ മജിസ്ട്രേറ്റ് ബസ്സിൽ കൊണ്ടുവന്നിട്ടില്ല. അല്പസമയത്ത് എത്തുമെന്നാണ് അറിയുന്നത്. കാരണം ആശുപത്രിയിൽ വലിയ പ്രതിഷേധം തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തിറക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഡിവൈഎഫ്ഐയുടെ യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധമാണ്. അത് പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം അവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്തായാലും വൈദ്യ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ രാഹുലിനെ അവിടെ നിറക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ മജിസ്ട്രേറ്റ് ബസ്സിൽ കൊണ്ടുവരാൻ കഴിയാത്തത്. എന്തായാലും ഇവിടെ എത്തിച്ചതിന് ശേഷം പെട്ടെന്ന് നടപടികൾ പൂർത്തിയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ നടപടികൾ പൂർത്തിയായാൽ ഉടൻ തന്നെ കൊട്ടാരക്കര ജയിലിലേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കായിരിക്കും കൊണ്ടുവരിക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന സാഹചര്യം. പത്തനംതിട്ടയിൽ എന്തായാലും ജയിലിൽ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിനാൽ അവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നേരിട്ട് കൊട്ടാരക്കരയോ അല്ലെങ്കിൽ പൂജപ്പുരയോ ആയിരിക്കും കൊണ്ടുവരിക. എന്തായാലും അത്തരത്തിലുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ഈ ആശുപത്രിയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കും. പക്ഷേ രാഹുലിനെ പുറത്തിറക്കാൻ കഴിയുന്നില്ല. അതാണ് പ്രശ്നം. നിലവിൽ വലിയ പ്രതിഷേധം അവിടെ തുടർന്നു. ആ പ്രതിഷേധത്തിന് ശേഷമായിരിക്കും രാഹുലിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അത് ശമിപ്പിക്കാനുള്ള അല്ലെങ്കിൽ പ്രതിഷേധക്കാരെ മാറ്റുന്നതിനുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവിടെ എത്തിക്കുക. ഇവിടെ വന്നാൽ വെട്ടിപ്പുറത്താണ്, 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ജില്ലാശുപത്രിയും ഈ പറയുന്ന മജിസ്ട്രേറ്റിന്റെ വസതിയും. അവിടെ എത്തിച്ചാൽ പെട്ടെന്ന് തന്നെ തിരികെ രാഹുലിന്റെ നടപടിക്രമം പൂർത്തിയാക്കിയതിനു ശേഷം ജയിലിലേക്ക് കൊണ്ടുവരാനാണ് സാധ്യത. എന്തായാലും കസ്റ്റഡിയിൽ അപേക്ഷ സമർപ്പിക്കുന്ന അവധിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നാളെ ആയിരിക്കും ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക. അത്തരം കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതരമായ ചില കാര്യങ്ങൾ കൂടി പരാമർശങ്ങളുണ്ട്. അതായത് രാഹുലിന് ജാമ്യം അനുവദിക്കാൻ പാടില്ല, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അത് ഈ പ്രതി ഈ വളരെ സ്വാധീനമുള്ള MLA ആണ്. നേരത്തെ സാഹചര്യങ്ങളെല്ലാം തന്നെ തെളിവുകൾ നശിപ്പിക്കാനിടയുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരാമർശങ്ങൾ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും അല്പസമയത്ത് രാഹുൽ ഈ മജിസ്ട്രേറ്റ് ബസ്സിൽ എത്തിക്കും. പോലീസും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർ അടക്കം വലിയ ഒരു ആളുകൾ തന്നെ, അതായത് രാഹുലിനെതിരെയുള്ള പ്രതിഷേധക്കാരും ഈ സമീപ പ്രദേശങ്ങളുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് കനത്ത സുരക്ഷയും ഈ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഒരുക്കിയിട്ട് അല്പസമയം എത്തുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം രാഹുലിനെ ഇവിടെ എത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇവിടെ നടപടിക്രമം പൂർത്തിയാക്കിയതിനു ശേഷം ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളാണ് ഉണ്ടാകുക. അതിനുള്ള ക്രമീകരണങ്ങൾ പോലീസ് ചെയ്തിട്ടുണ്ട്. പഴുതെടുത്ത ഒരു അന്വേഷണമൊക്കെ നടത്തിയാണ് കൃത്യമായി ഈ കേസിലേക്ക് രാഹുൽ ഇപ്പോൾ പോലീസിന്റെ വലയിലായിട്ടുള്ളത്. സൈത്തെ അതാണ് സാഹചര്യം. എന്തായാലും രാഹുലിനെ ഉടൻ തന്നെ അവിടെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് എത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് അവിടുത്തെ സാഹചര്യം. ആ രീതിയിലാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. പക്ഷേ രാഹുലിനെ പുറത്തേക്ക് ഇറക്കാൻ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോഴും അവിടെ ജില്ലാ ആശുപത്രിക്ക്, ജനറൽ ആശുപത്രിക്ക് മുന്നിൽ സംഭവിക്കുന്നത്. അതിനിടയിലൂടെ വേണം രാഹുലിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ. വൈദ്യപരിശോധന പൂർത്തിയാക്കി രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും തയ്യാറായി നിൽക്കുകയാണ്. പക്ഷേ പോലീസ് ടീമിനെ പുറത്തേക്ക് ഇറക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ശക്തമായ പ്രതിഷേധമാണ്. പ്രതിഷേധത്തിനിടയിലൂടെ വേണം കൊണ്ടുവരാൻ. എന്തായാലും പ്രതിഷേധക്കാരുമായുള്ള അനുനയ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.